കഴിവാണ് കലാകാരന്മാരുടെ മാനദണ്ഡം. കഴിവ് ഉണ്ടെങ്കിൽ, നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ സത്യഭാവമായ കയ്യെത്തും ദൂരത്തു നിന്ന് നമുക്ക് മാറ്റി നിർത്താം. പണ്ട് രാജാവിൻ്റെ കാലത്ത് രാജസദസ്സിൽ നൃത്തമാടുന്നവരെ, കൂത്താടുന്നവരെ കൂത്തിച്ചികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കളറിലാണോ നിങ്ങൾ കല കണ്ടെത്തുന്നത്? സത്യഭാമ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണം. കുറെ അധികം ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് സഞ്ജന ചന്ദ്രൻ എന്ന് പറയുന്ന അത്യുത്തമമായ ഒരു നർത്തകി, അവര് യുവജനോത്സവത്തില് നൃത്തം അവതരിപ്പിക്കുവാൻ ദേവിയുടെ വേഷം കെട്ടി ദേവിയുടെ ആ ഒരു പ്രഭയോടെ ചെന്നപ്പോ ജഡ്ജ് ചെയ്യുന്നവർ പറഞ്ഞു അവർക്ക് അതിനുള്ള യോഗ്യതയില്ല, ദേവിയുടെ രൂപമില്ല, സൗന്ദര്യമില്ല, നിറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ച ആ ഒരു നിമിഷത്തിൽ പ്രതികരിക്കാനാവാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു അത്. എന്നിട്ടും എനിക്കത് ഭയങ്കരം ഒരു വിഷമമായിരുന്നു. ആ പെൺകുട്ടി ഇന്ന് മലൈക്കോട്ട് വാലിബനിൽ ഒരു പ്രധാന വേഷം ചെയ്തുകൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളെ കയ്യിലെടുത്ത ഒരു കാലഘട്ടമുണ്ടായി. കഴിവാണ് കലാകാരന്മാരുടെ മാനദണ്ഡം. കഴിവ് ഉണ്ടെങ്കിൽ, നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ സത്യഭാവമായ കയ്യെത്തും ദൂരത്തു നിന്ന് നമുക്ക് മാറ്റി നിർത്താം. ഇത്രയും വർണ്ണവെറി പൂണ്ട നിങ്ങളൊരു മിനിമം അധ്യാപികയല്ലേ? കലാമണ്ഡലം എന്ന വാക്ക് ഞങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനൊരു പവിത്രത ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്കല്ല ഞങ്ങൾ ഒരു മുൻതൂക്കം കൊടുക്കുന്നത്, കലാമണ്ഡലം സത്യഭാമ. നിങ്ങളുടെ പുറകിലെ ആ പേരെടുത്തു മാറ്റിയാൽ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള കലാകാർക്ക് ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഇനി കാലുകളിൽ ചിലങ്ക കെട്ടാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാണ് നൃത്തം അഭ്യസിക്കാൻ വരുന്ന കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നത്? 15 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 5 പേര് കറുത്തതാണെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ തരുന്ന ഫീസ് നിങ്ങൾ വാങ്ങില്ലേ? കളറിലാണോ നിങ്ങൾ കല കണ്ടെത്തുന്നത്? സത്യഭാമ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണം. ശബ്ദമുയർത്തുവാൻ 1000 നാവുണ്ടാകില്ല, പക്ഷെ ശബ്ദമുയർത്തുവാൻ 1-2 നാവുകൾ ഉണ്ടാകുമ്പോ നെഞ്ചുറപ്പോടെ സമൂഹ മധ്യത്തിൽ വന്ന് ഇതിനൊക്കെ ഉത്തരം പറയണം. പണ്ട് രാജാവിൻ്റെ കാലത്ത് രാജസദസ്സിൽ നൃത്തമാടുന്നവരെ, കൂത്താടുന്നവരെ കൂത്തിച്ചികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് നൃത്തമാടുന്നവർക്ക് എല്ലാം സമർപ്പിക്കേണ്ടി വരുമായിരുന്നു. അന്നും രാജസദസ്സിൽ കൂത്തിച്ചികൾ അല്ലെങ്കിൽ കൂത്താടുന്നവർ മാത്രമായിരുന്നില്ല, പുരുഷന്മാരും നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. തങ്ങളുടെ മക്കളെ കലാകാരാക്കാൻ, നൃത്തരംഗത്തെ പ്രഗത്ഭ തലങ്ങളിൽ എത്തിച്ചേരാൻ, ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കിടപ്പാടം പോലും വിറ്റുകൊണ്ട് നൃത്തത്തെ ഉപാസിക്കുവാനായി കൊണ്ടുവരുന്ന മാതാപിതാക്കളുണ്ട്. വേഷം കെട്ടി മണിക്കൂറുകളോളം യൂത്ത് ഫെസ്റ്റിവലിലും യുവജനോത്സവങ്ങളിലും കാത്തു നിൽക്കുന്ന കുഞ്ഞുമക്കളും അവരുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കാത്തു നിൽക്കുന്ന മാതാപിതാക്കളും വിധി നിർണയം വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെയാണ് മാർക്കിടാനിരിക്കുന്നെങ്കിൽ എന്താണ് അതിനൊരു പ്രതിവിധി? സർക്കാർ ഒരു നിയമം കൊണ്ടുവരണം. ഇങ്ങനെയുള്ളവരുടെ വാ മൂടിക്കെട്ടിക്കൊണ്ട് നീതി നടപ്പാക്കണം. കലയിൽ നിറമില്ല, വർണ്ണമില്ല, ജാതിയില്ല. ഡോക്ടർ RLV രാമകൃഷ്ണനോട് സത്യഭാമ ചെയ്ത നെറികേടിന് എല്ലാ കലാകാർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്.